കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ചന്ദ്രമതിയോട് പോയിട്ട് രവീന്ദ്രൻ പറയണം, അതെ നീ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, അമ്മേനെ കയ്യിലെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ തന്ത്രങ്ങളൊക്കെ പയറ്റിയേ മതിയാവുള്ളൂ പറയണം. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനുമാണ് കലാവതി മുത്തശ്ശി അവിടെ ഇരുന്ന് അരിക്കകത്തെ കാടും കരടും ഒക്കെ പെറുക്കുന്നത്. പെട്ടെന്ന് ദേ അമ്മ ഇരിക്കുന്നു, നീ പോയി അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറയാണ്. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ്. അമ്മേ ഞാൻ നോക്കിത്തരാം, ഇതിനകത്തെ കല്ലൊക്കെ ഞാൻ പെറുക്കി കളയാന്ന് പറയണം. അല്ല നിനക്കതൊക്കെ അറിയാവോ ചന്ദ്രൻ ചോദിക്കണം. പിന്നെ എനിക്കറിയാൻ പാടില്ലേ ചന്ദ്രൻ, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്റെ കണ്ണിന് നല്ല കാഴ്ചശക്തിയൊക്കെ ഉണ്ട്, ഞാൻ പെറുക്കാന്ന് പറയണേ. അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് മേടിക്കണം ആ മുറത്തിനകത്ത് കിടക്കുന്ന അരി കുറെ സമയം നോക്കിയിരുന്നു. ഇതിൻ്റെ അകത്ത് കല്ല് എവിടെ അരി എവിടെയാന്ന് ചന്ദ്രയ്ക്ക് കാണാൻ പോലും പറ്റുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ചന്ദ്രമതി എന്ത് ചെയ്യണം, ഒരരി എടുത്ത് താഴേക്ക് കളയണം. ഇത് കണ്ടു കഴിഞ്ഞപ്പം കലാവതി മുത്തശ്ശി പറഞ്ഞു, അതെ അരിയെല്ലാം എടുത്ത് കളയണ്ടേ, അതിനകത്ത് കിടന്ന കല്ലാന്ന് പറയാണ്. ഇത് കേട്ടോണ്ടാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി പറഞ്ഞു, അവസാനം ഇന്ന് നമുക്ക് കല്ല് കഞ്ഞി കുടിക്കാം, അരിക്കകത്തെ കല്ലെല്ലാം അവിടെ ഇട്ടിട്ട് അരി മൊത്തം അമ്മ പെറുക്കി കളഞ്ഞു കഴിയുമ്പോഴെന്ന് പറയാണ്. ഇത് കേട്ടോണ്ട് അങ്ങോട്ട് വന്ന രവീന്ദ്രനും രേവതിയും കൂടെ ചിരിക്കുവാണ്. പെട്ടെന്ന് കലാവതി പറഞ്ഞു, അല്ല ചന്ദ്രമതി പറഞ്ഞു, അത്ര നീ എന്നെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ സച്ചി എന്ന് പറയണം. അതെ ഇന്നിനി മീൻകറി വെക്കണം മോളെ രേവതി, നീ ആ മീൻകറി ഉണ്ടാക്കാവോ എന്ന് കലാവതി മുത്തശ്ശി ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതി പറഞ്ഞു, അല്ല രേവതി എന്തിനാ വെക്കുന്നത്, അവൾക്ക് വയ്യാത്തല്ലേ, ഞാൻ ചെയ്തോളാന്ന് പറയണം. അല്ല ചന്ദ്രൻ നിനക്കതൊക്കെ ഉണ്ടാക്കാറിയോ, പിന്നെ ഉണ്ടാക്കാൻ അറിയാവോന്നോ, ഞാൻ ഉണ്ടാക്കിയോളാം. ഇത് കേട്ടപ്പോ കലാവതി മുത്തശ്ശി പറഞ്ഞു, അന്നാ ഇന്ന് ചന്ദ്രയുടെ മീൻകറി കൂട്ടിയായിരുന്നു, ഉച്ചയ്ക്ക് ചോറുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ആ ഇപ്പൊ കൂട്ടി നമ്മൾ കഞ്ഞി കുടിച്ചത് തന്നെ, എപ്പ കൂട്ടിന്ന് ചോദിച്ചാൽ മതി എന്ന് പറയണം. അതെ എനിക്കൊക്കെ ഉണ്ടാക്കാറേ, നീ എത്ര കളിയാക്കൊന്നും വേണ്ട കേട്ടോ സച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങണം. ഈ സമയത്ത് രേവതി പറഞ്ഞു, അമ്മ അവിടെയല്ല അടുക്കള ഇവിടെയാന്ന് പറയണം. എനിക്കതൊക്കെ അറിയാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് കയറി പോവാണ്. ഇത് കണ്ടുകൊണ്ട് രേവതി സച്ചിയും രവീന്ദ്രനും എല്ലാവരും കൂടെ ചിരിക്കുവാണ്. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി നിൽക്കുവാണ്. ഈ സമയത്താണ് രേവതി അങ്ങോട്ട് ഇരുന്നത്. എന്താ അമ്മേ, എന്ത് പറ്റി, അമ്മ എന്താ നോക്കണേ, അല്ല ഈ ഗ്യാസ് സ്റ്റവ് എവിടെയാന്ന് നോക്കിയത്. ഗ്യാസ് സ്റ്റവോ, ഇവിടെ ഗ്യാസ് സ്റ്റവ് ഒന്നുമില്ല, ഇവിടെ എല്ലാം വിറകടുപ്പേൽ ഉണ്ടാക്കണം. വിറകടുപ്പേലോ, അയ്യോ അത് എനിക്കും പറ്റില്ല വിറകടുപ്പേലൊന്നും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കലാവതി മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. അപ്പൊ രവീന്ദ്രൻ അപ്പുറം നിന്ന് കണ്ണടച്ച് കാണിക്കുവാണ്. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞു, ആ കുഴപ്പമൊന്നുമില്ല, അടുപ്പെങ്കിൽ അടുപ്പ്, ഞാൻ എവിടെ വെച്ചാലും ഞാൻ കറി ഉണ്ടാക്കിക്കോളാന്ന് പറയാണ്. അല്ലാതെ നീ വിറകൊക്കെ എവിടെ കിടക്കുന്നു. കലാവതി മുത്തശ്ശി പറഞ്ഞു, വിറക് അപ്പുറയുണ്ട്, പോയി എടുത്തോണ്ട് വരണമെന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രമതി പോയി വിറകൊക്കെ എടുത്തോണ്ട് വരുവാണ്. വിറകൊക്കെ അടുപ്പ് വെച്ച് കഴിഞ്ഞിട്ട് തീ കത്തിക്കാൻ നോക്കണം. തീപ്പെട്ടിയാണെങ്കിൽ ഉരച്ചിട്ടും തീ അങ്ങോട്ട് പിടിക്കുന്നില്ല. ദേഷ്യപ്പെട്ട് ചന്ദ്രമതി ഉരച്ച് കഴിയുമ്പോൾ രേവതി ചിരിക്കുവാണ്. നീ അതിന് ചിരിക്കുവൊന്നും വേണ്ട, എനിക്കറിയാം കത്തിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവസാനം ഒരു വിത്ത് തീ അങ്ങ് പിടിപ്പിക്കുക. പക്ഷെ തീ കത്തണ്ടേ, തീ ഇങ്ങനെ കത്തുന്നേ ഇല്ല, ഇങ്ങനെ പുകഞ്ഞു നിൽക്കണം. കുറെ സമയം ഊതി കഴിയുമ്പോഴത്തേനും തന്നെ കണ്ണെല്ലാം ചുമന്ന് ഒരു പരുവായിപ്പോയി, കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. അമ്മ എന്തിനാ അപ്പൊ കരയണേന്ന് ചോദിക്കുക. കരയുന്നല്ല, നീ കണ്ടില്ലേ ഈ തീ കത്തുന്നില്ല, അമ്മ ഈ കൊള്ളും കൊണ്ട് ഊത് എന്നല്ലേ തീ ശരിക്കും കത്തോളം എന്ന് ചോദിക്കണം. ഓ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്നൊരു പുച്ഛ ഭാഗത്ത് മേടിച്ച് കുഴൽ വെച്ച് അങ്ങോട്ട് ഊതുവാണ്. ഊതി കുറച്ച് കഴിയുമ്പോഴത്തേനും തീ അങ്ങോട്ട് ആളി കത്താൻ തുടങ്ങി. മടലും കൊതുമ്പും എല്ലാം കൂടെ വെച്ചിരുന്നേ. തീ ആളി കത്തിടണപ്പോൾ രേവതി പറഞ്ഞു, അമ്മേ തീ ഇച്ചിരി കുറയ്ക്കണം. തീ കുറയ്ക്കാനത് ഗ്യാസ് സ്റ്റവ് ഒന്നും അല്ല തീ കുറയ്ക്കാനായിട്ട്. അമ്മ ഒരു കാര്യം ചെയ്യും, 2 വിറക് അങ്ങോട്ട് പിരിച്ചങ്ങോട്ട് താഴേക്ക് വെക്കാൻ പറയണം. നീ കൂടുതൽ എന്നെ പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്ത് ചെയ്യണം, ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം അങ്ങോട്ട് പോയി എടുക്കണം. അമ്മ എന്തിനാ വെള്ളം എടുക്കുന്നേ, അതൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ വെള്ളം അടുപ്പിനകത്തേക്ക് ഒറ്റ ഒഴിക്കുകയാണ്. ഇപ്പൊ എങ്ങനെയാ, തീ കുറഞ്ഞില്ലേന്ന് ചോദിക്കണം. എന്റെ അമ്മ എന്റെ പൊട്ടബുദ്ധരെ കാണിച്ചേ, ഇനിയിപ്പൊ ആ തീ കത്തിക്കണേ, ഇനിയിപ്പോ എന്ത് ചെയ്യും, അതിനിപ്പോ എന്താ ഞാൻ തീ കത്തിച്ചോളാന്ന് പറയണം. നല്ല കഥയായിപ്പോയി അമ്മ, ഇനിയിപ്പോ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയിപ്പോ ഊതിക്കെടുത്താണ്ട് ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരും എന്ന് പറയണം. നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഇതെല്ലാം കഴിഞ്ഞ് നീ അങ്ങോട്ടല്ലേ വരുന്നേ, ഞാൻ കാണിച്ചു തരാന്ന് പറയണം. അതെ നീ ഇപ്പൊ കറി വെക്കാൻ എന്ത് ചെയ്യും, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഉണ്ടാക്കിക്കോളാം, അമ്മ എങ്ങോട്ട് പൊക്കോളാൻ പറയണം. അതെ നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം, ഞാൻ ആ കറി ഉണ്ടാക്കിയെന്നാ അവിടെ ആരോടും പറയരുത്. അല്ല നീ ആ കറി ഉണ്ടാക്കിയെന്ന് ഇവിടെ ആരോടും പറയരുത് കേട്ടോ. ഇല്ല ഞാൻ പറയാൻ പോകുന്നില്ല, ഞാനും ഉണ്ടാക്കിയെന്ന് അറിയാവുള്ളൂ. പറഞ്ഞു കേട്ടല്ലോ, പറഞ്ഞു കേട്ടു. അമ്മ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോളാൻ പറയണം. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതിയുടെ അരിയിലേക്ക് ശ്രുതി എത്തുവാണ്. അപ്പൊ ശ്രുതിയും മീരയും കൂടെ അങ്ങോട്ട് ഹാളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ശ്രുതിനെ കണ്ടത്. അല്ല ഇന്റർവ്യൂവിന് പോയിട്ട് എങ്ങനെയായി, ഓക്കെ ആയെന്ന് ചോദിക്കാണ്. എവിടെന്ന്, ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ല എന്ന് പറയാം. അറ്റൻഡ് ചെയ്തില്ല, അതെന്താ അറ്റൻഡ് ചെയ്യാത്തെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മതിയായി. ദേ 4 സ്ത്രീകൾ അവിടെ ഇരിക്കുന്നത്, അവർ 4 പേരും കൂടെ MD അവിടുത്തെ 4 പേരും ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയാണ്. അതോടുകൂടി ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതെ പോന്നു. അതെന്താ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താല്,
ഈ സ്ത്രീകൾ MD ആയിട്ടിരിക്കുന്നത് ശരിയല്ലെന്നേ. അവരുടെ ആ ദ്രാഷ്ടമൊക്കെ കാണണം. എനിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഞാനതുകൊണ്ട് ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാതെ തിരിച്ചു പോകുന്ന പറഞ്ഞു. ഓഹോ, അത് കൊള്ളാലോ. അങ്ങനെയാണ് ഇപ്പൊ തന്നെ ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുന്നു. ഞാനല്ലേ ഈ കടയുടെ MD. അപ്പൊ എന്നെ ശ്രുതിക്ക് ഇഷ്ടമില്ലെന്ന് ചോദിക്കുകയാണ്. നിന്നെപ്പോലെ അല്ലല്ലോ അവര്. നീ അങ്ങനെയല്ല. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒന്നുമില്ലായ്മയെന്ന് കയറി വന്നതാ. സ്വന്തമായിട്ട് സ്വന്തം കാലം നിൽക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി തുടങ്ങിയതല്ലേ. പക്ഷെ അവറ്റകൾ അങ്ങനെയല്ല. അവറ്റകൾ പണക്കൊഴുപ്പും കൊണ്ട് അഹങ്കരിച്ചിരിക്കുന്നവളാ. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് പറയണം. ഇത് കേട്ട് ശ്രുതിക്ക് സന്തോഷമായി. തന്നെ ഒന്ന് പൊക്കി പറയുന്നത് കേട്ടപ്പം. സാരമില്ല, ഇനിയിപ്പം നമുക്ക് അടുത്ത ജോലി എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഇനിയിപ്പോൾ ആണുങ്ങൾ ആരെങ്കിലും MD ആയിട്ടിരിക്കുന്ന കമ്പനി ആണെങ്കിൽ അവിടെ പോയാൽ മതി എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, ശരിയാ, അത് കൊള്ളാം, അത് നല്ല ഐഡിയ നമ്മൾ ശ്രുതി അങ്ങോട്ട് കയറിപ്പോവാ. അപ്പം മീര ചോദിച്ചു, നീ ഇത് എന്ത് ഭാവിച്ച ശ്രുതി? ശ്രുതി ഇങ്ങനെ ഒരു ജോലിക്ക് പോലും പോരുന്ന എങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നോടത്താ. നീ ധൈര്യമായിട്ട് ഇരിക്കുക. ശ്രുതിയുടെ കാര്യമല്ലേ, ആ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനും ഇല്ല. ഉടനെ തന്നെ എവിടെയെങ്കിലും അവൻ ജോലിക്ക് കയറിക്കോളും. ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. അറിയാലോ, ശ്രുതിയുടെ മനസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ മനസ്സിന്റെ നന്മ എനിക്ക് ഇഷ്ടമെന്ന് പറയാണ്. ഇത് കേട്ടപ്പം മീര ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഇപ്പോഴിതൊക്കെ കൊള്ളാം. ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് വരുമ്പോൾ നമുക്ക് കണ്ടറിയാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന രേവതി ചന്ദ്രമതിയുടെ കലാവതി മുത്തശ്ശിയുടെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രവീന്ദ്രൻ കണ്ടു. രവീന്ദ്രൻ പറഞ്ഞു, നോക്ക് ചന്ദ്രമതി, കണ്ടോ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നീ ഇങ്ങനെ ഇവിടെ കുന്തം മെഴുകി പോലെ നിൽക്കാതെ പോയി കാല് തിരുമ്മി കൊടുക്കാൻ പറയാണ്. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് സച്ചി രവീന്ദ്രൻ്റെ അടുത്ത് എതിൻ്റെ വെച്ചു, അല്ല അച്ഛാ, എനിക്ക് നല്ലൊരു സംശയമുണ്ട്. എന്താ? ഈ അമ്മ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താ? അല്ല എന്താ നീ അങ്ങനെ വെച്ചേ? കറി വെക്കുന്നു, മിറ്റ് പഠിക്കുന്നു, എന്തൊക്കെ പരിപാടി, ചാണകം കുഴയ്ക്കുന്നു, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു വ്യക്തമായിട്ട് ഉദ്ദേശം ഉണ്ടെന്ന് പറയണം. നീ ഒന്ന് പോടാ അവിടെ നിന്ന്, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയാം. അച്ഛനറിയാം, അച്ഛൻ വെറുതെ പറയണ, എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ എന്നിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് അച്ഛനും അമ്മയും കൂടെ ഒത്തോണ്ടുള്ള കളിയാന്ന് പറയണം. എടാ, ഇതിനകത്ത് ഒരു കളിയില്ലെന്ന് പറയണം. രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് തിണ്ണയിലേക്ക്. പെട്ടെന്ന് ചന്ദ്രമതി എന്ത് ചെയ്യാണ്? ചന്ദ്രമതി അങ്ങോട്ട് ചെന്നിട്ട് കലാവതി മുത്തശ്ശിയുടെ ഒരു കാലെടുത്ത് അങ്ങോട്ട് തിരുമാൻ തുടങ്ങി. മുത്തശ്ശി വെച്ച്, എന്താ നീ കാണിക്കണേ? എനിക്ക് ആ കാലിന് വേദന ഇല്ലോ എന്ന് പറയണം. അമ്മ ഇപ്പൊ വേദനയില്ല, പക്ഷെ ഇനി വേദന ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. നാളെ ചിലപ്പോൾ ഈ കാലിനായിരിക്കും വേദന, അതുകൊണ്ട് മുൻകൂർ അങ്ങോട്ട് തിരുമ്പുന്നതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുൻകൂർ ജാമ്യം എടുക്കുമെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. രവീന്ദ്രൻ സച്ചിൻ പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് രേവതിക്ക് ഇത് കണ്ടപ്പോൾ ചിരി അടക്കാൻ പറ്റിയില്ല. കലാവതി മുത്തശ്ശി പറഞ്ഞു, എന്തിനാ നിങ്ങളെല്ലാവരും കൂടെ അവിടെ കളിയാക്കുന്നേ? അവളൊരു നല്ല കാര്യമല്ലേ ചെയ്തേന്ന് ചോദിക്കുകയാണ്. പിന്നീട് കലാവതി മുത്തശ്ശി ചോദിച്ചു, അല്ല രവി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സുധയുടെ കല്യാണമൊക്കെ അല്ലേ വരാൻ പോന്നേ? അവന് അതിനുള്ള പൈസയുണ്ടോ? കല്യാണം നടത്താനുള്ള പൈസകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സച്ചി പറഞ്ഞു, പിന്നെ പൈസ ഇല്ലാതിരിക്കുവോ? അച്ഛൻ്റെ ഉള്ള പൈസ മൊത്തം കൊണ്ടേ തിന്നവൻ അവനിനി പൈസ പോയിട്ട് 5 രൂപ പോലും ആരും കൊടുക്കരുതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രവീന്ദ്രൻ പറഞ്ഞു, പൈസയുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലമ്മേ, ക്ഷേത്രത്തിൽ വെച്ചല്ല കല്യാണം നടത്തുന്നേ, വലിയ കല്യാണമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള കല്യാണമാണ്, അതുകൊണ്ട് അധികം പൈസയുടെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി രൂക്ഷമായിട്ട് രവീന്ദ്രനെ എങ്ങനെ നോക്കുവാണ്. ആ നോട്ടം കണ്ടപ്പോൾ രവീന്ദ്രന്റെ കാര്യം മനസ്സിലായി. രവീന്ദ്രൻ കണ്ണടച്ച് കാണിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അമ്മേ, ചെറിയ കല്യാണമൊക്കെ തന്നെയാ, രവിയേട്ടൻ്റെ കുറച്ച് പൈസയേ ഉള്ളൂ, പെൻഷനൊന്നും കിട്ടിയിട്ടുമില്ല, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കല്യാണം വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്നാലും അമ്മയുടെ കയ്യിൽ കുറച്ച് പൈസ കാണുമായിരിക്കുമല്ലോ, കൊച്ചുമോന് വേണ്ടിയിട്ട് എന്തെങ്കിലും നീക്കിയിരിപ്പിട്ടുണ്ടായിരിക്കുമല്ലോ, അവൻ്റെ കല്യാണം അല്ലേ അമ്മേ, നമ്മൾ നമ്മുടേതായ രീതിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, ഒരു 10 പവൻ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സച്ചി പറഞ്ഞു, അങ്ങനെ വരട്ടെ കാര്യങ്ങൾ, ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകുന്നേ. കുറഞ്ഞ ഓട്ടവും പാച്ചിലും കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ടെന്ന്. അടുപ്പിൽ തീ കത്തിക്കുന്നു, കറി വെക്കുന്നു, കഞ്ഞി വെക്കുന്നു, എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു. അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്ന് കിടന്ന് വിരകിയത്. അങ്ങനെ കള്ളത്തരെല്ലാം വെളിച്ചത്ത് വന്നും പറഞ്ഞ് സച്ചി അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ഇപ്പം രവീന്ദ്രബന്ധി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടാടാന്ന് ചോദിക്കുകയാണ്. കലാവതി മുത്തശ്ശി പറഞ്ഞു, അല്ല അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? അവൻ എന്റെ കൊച്ചുമാനല്ലേ, അവന് വീടുന്ന് പൈസ കൊടുക്കണ്ട എന്റെ കടമയല്ലേന്ന് ചോദിക്കുകയാണ്. നീ പേടിക്കട്ടെ ചന്ദ്രേ, അവനുള്ള പൈസ ഞാൻ തന്നോളാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സച്ചി അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.